എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. ചില ആളുകളിലൊക്കെ സമയം ഓൾറെഡി പാഴായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ കണ്ട് നോക്കാവുന്നതാണ്. നിങ്ങളിൽ പല ആളുകളും കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇന്നലെ ഞാൻ നേരിട്ട് പോയി അന്വേഷിക്കുകയുണ്ടായി. ചില ആളുകളൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. എന്നാലും ഒത്തിരിയധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടിക്കലായിട്ട് ഞാൻ നോക്കിക്കാണുന്നില്ല. അതിനകത്തൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. നമ്മളൊരു പ്രമുഖ മോളിലേക്ക് ചെല്ലുകയാണ്. അതിന്റെ തൊട്ട് താഴെ 1-2 ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻ ആക്ടിവിറ്റിയുമായി നിൽക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ചില ആളുകൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും എഴുതി ഒരു പെട്ടിയിലേക്ക് വാങ്ങുന്നു. അതൊരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് ആണ് എന്ന് പറയുന്നു. 1-2 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു കോൾ വരികയാണ്, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നു. പലതരം ഗിഫ്റ്റുകൾ അടിച്ചിട്ടുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയും. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് വളരെ കുറഞ്ഞ റേറ്റിൽ ഗിഫ്റ്റായി അടിച്ചിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ, മണാലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 5 ദിവസം 5 സ്റ്റാർ സ്റ്റേ ഗിഫ്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന സ്റ്റാറുകളുടെ എണ്ണം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു 10-20,000 രൂപ എന്നാണെങ്കിലും നമുക്ക് 4 ദിവസത്തെ സ്റ്റേയിൽ മുതലാണ്. അപ്പോൾ അത് കൈപ്പറ്റാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ ഇതൊരു വലിയ ഗംഭീര പരിപാടിയായിട്ട് ഒരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് അവിടെ വന്ന് കൈപ്പറ്റുക. ഒരു 30 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. ആ ഒരു പ്രോസസ്സിംഗ് ടൈമിന് ശേഷം നിങ്ങൾക്ക് ഗിഫ്റ്റുമായിട്ട് തിരികെ പോകാം. നമ്മളിത് കേൾക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു 20,000-ന്റെയും 25,000-ന്റെയും കണക്ക് മനസ്സിലേക്ക് വരുന്നു. എന്നെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാം, യാത്രയുടെ ഫ്യൂവൽ എക്സ്പെൻസും ഫുഡ് മാത്രം എടുത്താൽ മതിയല്ലോ, ബാക്കിയെല്ലാം കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ആളുകൾ ഈ ഒരു ഹോട്ടലിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ ഒരു സമയത്താണ് പല ആളുകളും ഇത് എന്താണ് പരിപാടി എന്നറിയാൻ വേണ്ടി എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിക്കുന്നത്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ മുന്നേയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് മോളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രൊമോഷണൽ സ്കാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു മാർക്കറ്റിംഗ് പരിപാടിയിലേക്ക് വിളിക്കുന്ന പരിപാടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തുന്ന 95% കമ്പനികളും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ പറ്റിച്ച് അവരുടെ ആ ഒരു ഇടത്തേക്ക് ആനയിക്കുന്ന 95% കമ്പനികളും ഫ്രോഡുകളായിരുന്നു. ഇതിന്റെ വാർത്തകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ ഞാൻ നേരിട്ട് പോയി കണ്ട ആളുകൾ ഫ്രോഡുകളല്ലായിരിക്കാം, നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കണ്ട ആളുകൾ ഫ്രോഡുകളല്ലായിരിക്കാം. പക്ഷേ നമുക്ക് അവരെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് രീതി പിന്തുടർന്ന് ഇവരുടെ ഒരു സർവീസ് എടുക്കേണ്ട ഗതികേട് നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിലില്ല. കാരണം ഗംഭീരമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉള്ള പാക്കേജുകൾ കൊടുക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ് കേരളം. എന്തൊക്കെയാണെങ്കിലും ഞാനും ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാളിൽ ചെന്ന് ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുത്തു. എനിക്കും നിങ്ങളിൽ പല ആളുകൾക്കും അടിച്ചതുപോലെ തന്നെ ഗിഫ്റ്റ് അടിച്ചു. ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇവരുടെ ഓഫീസിലേക്ക് നേരിട്ട് പോയി. അതിനു മുമ്പ് എന്നോട് പറഞ്ഞത് ഗിഫ്റ്റ് ഒരു ഹോട്ടലിൽ ഒരു നല്ല ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി എടുക്കാം എന്നുള്ളതായിരുന്നു. 30 മിനിറ്റിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്നലെ നേരിട്ട് ചെന്ന് അവിടെ ഒന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതലായി പോകാം. അതിനു മുൻപ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളിൽ പല ആളുകളും ഭാവിയെ കരുതി ചില നിക്ഷേപ അവസരങ്ങളൊക്കെ നോക്കാറുണ്ട്. ഇതേപോലെ വിദേശ പര്യടനം, മക്കളുടെ വിദേശ വിദ്യാഭ്യാസം, മക്കളുടെ വിവാഹം എന്നീ കാര്യങ്ങളൊക്കെ കരുതി നമ്മൾ ഇപ്പോൾ തന്നെ ചില നിക്ഷേപങ്ങളിലേക്കൊക്കെ കടക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ചെറിയ തുകകൾ മന്ത്ലി മാറ്റി വെച്ച് ലോങ് ടൈമിൽ നല്ല റിട്ടേൺ കിട്ടുന്ന പ്ലാനുകളാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടുകൾ നല്ല ഒരു ഓപ്ഷനാണ്. ഒരു ന്യൂ ഫണ്ട് ഓഫർ വന്നിട്ടുണ്ട്. HDFC ലൈഫിന്റെ നിഫ്റ്റി ആൽഫ 30 ഫണ്ട് NAV 10 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഫണ്ട് ഈ മാസം 31 വരെ മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളൂ. ഈ ഫണ്ടിന്റെ പ്രത്യേകത, നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം മാർക്കറ്റിലെ ലാർജ് ക്യാപ്, മിഡ് ക്യാപ് കമ്പനികളിലെ ഏറ്റവും മികച്ച 30 കമ്പനികളിലായാണ് നിക്ഷേപിക്കുന്നത്. മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് സേഫ് ആക്കാൻ വേണ്ടി നിക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നല്ല റിട്ടേൺ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നിക്ഷേപിക്കുന്ന തുക 100% സേഫുമായിരിക്കും. ഇനി ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞ കാല റിട്ടേൺ നോക്കിയാൽ 5 വർഷത്തിന്റെ റിട്ടേൺ 32.3%, 10 വർഷത്തിന്റെ റിട്ടേൺ 25.5%. അതുപോലെ ഇവരുടെ ഡിസ്കവറി ഫണ്ട് 5 വർഷം കൊണ്ട് 30.2% റിട്ടേണും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള ഫണ്ട് നിക്ഷേപങ്ങളൊക്കെ വളരെയധികം ബുദ്ധിപരമായിട്ടുള്ള ഒരു ഡിസിഷനാണ്. നമ്മളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും SIP ആയിട്ട് മാർക്കറ്റ് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിട്ടേൺ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസം ഒരു 18,000 രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി 2 കോടി വരെയൊക്കെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
ഈ ഒരു ഫണ്ടിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള ലിങ്ക് യൂസ് ചെയ്യുക. അതേപോലെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ മാസം 31 വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇനി വെറും 6 ദിവസങ്ങൾ മാത്രം. വീഡിയോയിലേക്ക് തിരികെ വരാം. എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്? എനിക്ക് ഗിഫ്റ്റ് അടിച്ചല്ലേ. സാധാരണ ഗിഫ്റ്റ് പോലെ അല്ല കേട്ടോ, എനിക്ക് മാത്രമല്ല അടിക്കുന്നത്, എല്ലാ ആളുകൾക്കും അടിക്കും. നിങ്ങൾക്കും ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടാവും. എന്താണ് എനിക്ക് അടിച്ച ഗിഫ്റ്റ്? എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ഊട്ടി, കൊടൈക്കനാൽ, കുളു മണാലി, ജയ്പൂർ അവിടെയുള്ള സ്ഥലങ്ങളിൽ 4 ദിവസം 5 സ്റ്റാർ ഓർ 4 സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആയിരുന്നു. എങ്ങനെ നോക്കിയാലും ശരിയാണല്ലോ, 10-25,000 രൂപയുടെ മുതലുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് അടിച്ച സമയത്ത് നമ്മളിങ്ങനെ വിചാരിച്ചു, അയ്യോ നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഒരു ഗിഫ്റ്റ് അടിക്കുന്നത്. അപ്പം നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് ഈ ഗിഫ്റ്റ് കൈപ്പറ്റാൻ പറ്റുക. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ഹോട്ടലിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുന്നുണ്ട്, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിക്കൊണ്ട് പോകാം, 30 മിനിറ്റ് പ്രോസസ്സിംഗ് ടൈം ഉണ്ട് എന്ന് പറഞ്ഞു. 30 മിനിറ്റ് പ്രോസസ്സിംഗ് ടൈം കേട്ട സമയത്ത് തന്നെ ഞാൻ മുന്നേ മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങളോട് അടുത്ത് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇവർ ഇന്ത്യ മുഴുവനായിട്ട് പിന്തുടരുന്ന ഒരു രീതി ഇതാണ്. ഈ രീതി പിന്തുടർന്ന 95% കമ്പനികളും ഫ്രോഡുകളായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനികളൊക്കെ പൂട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെയും പുതിയ പുതിയ കമ്പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും വാർത്തകൾ ഞാൻ കേട്ടിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു, അങ്ങനെ ഹോട്ടലിലേക്ക് വരാനായിട്ടുള്ള സമയം എനിക്കില്ല, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം. അങ്ങനെ അവർ എനിക്ക് ഓഫീസിന്റെ ലൊക്കേഷൻ അയച്ചു തന്നു. ഓഫീസിന്റെ ലൊക്കേഷൻ അയച്ചു തന്ന സമയത്ത് എനിക്ക് രണ്ടാമത് വീണ്ടും മനസ്സിലായ ഒരു സംഗതിയുണ്ട്, ഇവർ ആ രീതിയും പിന്തുടരുന്ന ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഗൂഗിൾ ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ടൂർ ഓപ്പറേറ്റർ ഇൻ ട്രിവാൻഡ്രം എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ കാണാനായിട്ട് പറ്റില്ല. ഇവരൊരിക്കലും അങ്ങനെ ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവരുടെ ആ ഒരു രീതികൾ ആളുകൾ നെഗറ്റീവ് റിവ്യൂകളായിട്ട് ഇടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ആ ഒരു തട്ടിപ്പ് പരിപാടി സുഗമമായിട്ട് നടത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവര് എവിടെയാണോ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിന്റെ ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ അവിടെ തുടരുന്ന കമ്പനികളായിരിക്കും. 2 വർഷത്തിന് ശേഷം അവരിവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതി പിന്തുടരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഒരു നിശ്ചിത തുക കൈപ്പറ്റി പിടിച്ചു നീക്കാനാവാത്ത സമയത്ത് പൂട്ടി മുങ്ങുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടെത്തിയ കമ്പനിയുടെ പുറകിലും ഒരു നോർത്ത് ഇന്ത്യൻ ഗ്യാങ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ പോലെ പല ആളുകളും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നിങ്ങളെ ഓരോ ടേബിളിന്റെ ചുറ്റിനും കൊണ്ടുപോയിരുത്തിയിട്ട് അവരുടെ അടുത്തേക്ക് അവരുടെ പാക്കേജുകൾ, അവരുടെ മെമ്പർഷിപ്പ് സംഭവങ്ങൾ വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ ആ ഒരു ഗിഫ്റ്റ് വൗച്ചറിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്തെടുക്കാമെന്ന് പറയുന്നു. അവർ ഏത് ഹോട്ടലാണ് തരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ നിങ്ങളോട് പറയില്ല. ഏത് ക്ലാസ് പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം തരാമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വൗച്ചർ പൊതുവെ ആളുകൾ ആരും ഉപയോഗിക്കാറില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റിംഗ് രീതിയും ഇവരുടെ ആ ഒരു അപ്രോച്ചും കാണുന്ന സമയത്ത് പല ആളുകളും രക്ഷപ്പെട്ട് ഓടുകയാണ് പതിവ്. അവിടെ അവർ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വിദേശത്തേക്ക് ടൂർ പോകാനായിട്ട് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ടൂർ പോകാനായിട്ട് ആഗ്രഹമുണ്ടോ, അങ്ങനെയൊക്കെ പോവേണ്ടതല്ലേ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ഒരു പാക്കേജ് എടുപ്പിക്കുന്നു. പാക്കേജ് എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അതിനെന്തിനാണ് സാർ പൈസ, നിങ്ങൾ EMI എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളെ കൊണ്ട് സഡൻ ആയിട്ട് ഏതെങ്കിലും ഒരു പേ ലേറ്റർ സ്കീമിൽ നിന്ന് ലോണും എടുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളാണ്. ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ഒരു സംഭവം മനസ്സിലാക്കി അവരോട് ഞാൻ പറഞ്ഞു, ഇത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. മോളിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾക്ക് നിങ്ങളൊരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് പരിചയപ്പെടുത്തി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങടേക്ക് വിളിച്ച് അവരോട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ ഒരു സാധനം മാനിപ്പുലേറ്റ് ചെയ്ത് എടുപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പം അവരുടെ ഹിന്ദിക്കാരനായിട്ടുള്ള മാനേജർ എന്നോട് പറഞ്ഞു, അവർ വളരെയധികം തുക ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണിത്. അങ്ങനെ ഒരു മാർക്കറ്റിംഗ് രീതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ടൂർ പാക്കേജ് ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത്. കാരണം കേരളത്തിൽ, ഇന്ത്യയിൽ ഇഷ്ടം പോലെ ടൂർ കമ്പനികൾ ഇമാതിരി ഫ്രോഡ് പരിപാടി അല്ലാതെ ആളുകളുടെ റിവ്യൂസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ നല്ല രീതിയിലുള്ള പ്രൊമോഷനും നേടി സർവീസ് ഭംഗിയായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ പാക്കേജുകൾ മാത്രം എടുക്കുക. ഇവര് നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ട് തരുന്നത് ചില മെമ്പർഷിപ്പ് പരിപാടികളൊക്കെ ആയിരിക്കും. പ്രൈം മെമ്പർഷിപ്പ്, ക്ലബ് മെമ്പർഷിപ്പ്, ഇതൊക്കെ 1-1.5 ലക്ഷം രൂപയുടെ പരിപാടികളാണ്. ഈ ഒരു പൈസ നിങ്ങളങ്ങ് കൊടുത്തിട്ട് നാളെ ചിലപ്പോൾ ഈ കമ്പനിയും കാണത്തില്ല, ഇവരെയും കാണത്തില്ല. അവർ മറ്റൊരു പേരിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരവരുടെ ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടാവും. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട പല എംപ്ലോയീസും മലയാളികളാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നുമില്ല. അതിനകത്തൊരു മലയാളി പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല, ക്ലബ് മഹേന്ദ്ര അല്ലായിരുന്നു ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവിടേക്ക് ഇതിനേക്കാട്ടിലും വലിയ ഉടായ്പാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അറിയാം ഇതൊക്കെ ഉടായ്പ പരിപാടിയാണ്. അവരങ്ങനെ ഡാറ്റയൊക്കെ ആൾക്കാരുടെ അനുവാദം ഇല്ലാതെ എടുത്ത് ഞങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഥ എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏത് മോളിൽ ചെന്നാലും ഇങ്ങനെയുള്ള ഒരു ട്രാവൽ പാക്കേജ് ലക്കി ഡ്രോ കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിളി വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോവാതിരിക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം. നിങ്ങളുടെ പേരൻസിനോട് പറയുക, ചുറ്റുപാടുമുള്ള ആൾക്കാരോടൊക്കെ പറയുക ഈ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വിദേശത്തേക്കൊക്കെ പോകണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പലിശയില്ലാതെ നിങ്ങൾക്ക് മാസം അടച്ചാൽ മതി എന്നുള്ള ഒരു സ്കീമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും അതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഫണ്ട് ബൾക്കായിട്ട് അവരുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. കാരണം ഇവര് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു നമ്മുടെ നാട്ടിലെ കമ്പനിയല്ല. അവർ ഇവിടെ വന്നിട്ട് ഇതേപോലെ ഇന്ത്യയിൽ മുഴുവനായിട്ട് ഫ്രോഡ് ആക്ടിവിറ്റികൾ നടത്തുന്ന കമ്പനികൾ ഉപയോഗിച്ചതുപോലെയുള്ള ഒരു സ്ട്രാറ്റജി പിന്തുടരുന്ന കമ്പനിയാണ്. ഇവർ മറ്റ് പ്രമുഖ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളോട് സമാനമായിട്ടുള്ള പേരുകൾ ഇട്ടിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് പതിവായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇഷ്ടംപോലെ വായിക്കാനായിട്ട് സാധിക്കും. ഈ ഗിഫ്റ്റ് വൗച്ചർ പരിപാടി എന്ന് പറയുന്നത് മോളുകളിലെ ലക്കി ഡ്രോ കോൺടെസ്റ്റുകൾ, ഇതുപോലെ വരുന്ന ഫോൺ കോളുകൾ ഒരിക്കലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർവീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് മാത്രം പോയി എടുക്കുക. എസ്പെഷ്യലി ടൂറിൻ്റെ കാര്യം. കാരണം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഫാമിലി ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇവരുടെ ഫ്രോഡ് തരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ലോസ് ഉണ്ടാവും. ഇവർ നിങ്ങളോട് പറയും നിങ്ങൾ പ്രൈം മെമ്പർ ആണ്, നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ ഫോൺ എടുക്കത്തില്ല, അവർ ബുക്കും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹ്യൂജ് ആയിട്ടുള്ള പൈസ കയ്യിൽ നിന്ന് ലോസ് ആവും. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി സമയം മാറ്റി വെച്ചാണ് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോണത്. അപ്പോൾ ഇവരുടെ ഫ്രോഡ് ആക്ടിവിറ്റിക്കിടയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയ ലോസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ടൂർ പാക്കേജുകളുമായി ബന്ധപ്പെട്ട ലക്കി ഡ്രോ കോൺടെസ്റ്റുകളെ ഒരു തരത്തിലും വിശ്വസിക്കാതിരിക്കുക. ഞാൻ അവിടെ ചെന്ന സമയത്ത് കുറേയധികം ഫാമിലിയൊക്കെ അവിടെ വന്നിരിക്കുകയാണ്. അവരെല്ലാം ഇങ്ങനെ ഓരോ സമയം മുഴുവൻ കാത്തു നിൽക്കുകയാണ് ഇയാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഞാനിതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പരിപാടി വളരെ മോശമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ മലയാളികളായിട്ടുള്ള 1-2 ആളുകൾ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അവരുടെ സീനിയർ സ്റ്റാഫ് അല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിക്ക് എന്തോ ഒരു ബാഡ് അടിച്ചിട്ട് പുള്ളിക്കാരി നിസ്സഹായ അവസ്ഥയിൽ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കൂട്ടത്തിൽ തറവുള്ള മറ്റേ ക്ലബ് മഹേന്ദ്രയിലൊക്കെ ഈ ഉടായ്പകൾക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട ന്യായീകരിക്കാൻ വേണ്ടി വന്നു. ഹിന്ദിക്കാരനായിട്ടുള്ള ചേട്ടൻ വന്നു. മൊത്തത്തിൽ ഒരു ഉടായ്പ പരിപാടി. നമുക്കറിയില്ല എത്ര കാലം ഇവരിവിടെ ഉണ്ടാവും എന്നുള്ളത്. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് കേരളത്തിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ വിദേശ രാജ്യം കാണിക്കേണ്ട ഒരു ആവശ്യം ലിറ്ററലി ഇല്ല. കാരണം അവരങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അവരുടെ ഗൂഗിൾ ലിസ്റ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ അവരുടെ മാർക്കറ്റിംഗ് രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അവർ താൽക്കാലികമായിട്ട് ഓരോരോ ഏരിയയിൽ ചെറിയ പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ള സെറ്റപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഇവിടേക്ക് പോയി തലവെച്ച് കൊടുക്കുക. ചുമ്മാ വേണമെങ്കിൽ രസത്തിന് വേണമെങ്കിൽ പോയിക്കോ അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് രീതി കാണാൻ വേണ്ടി. പക്ഷേ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ടൂർ പാക്കേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിചയമുള്ള കേരളത്തിലെ നമുക്ക് പോയി കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ടൂർ ഓപ്പറേറ്റേഴ്സിനെ മാത്രം സമീപിക്കുക, പാക്കേജുകൾ എടുക്കുക. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യം, ടൂർ പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഇഷ്ടംപോലെ സ്കാമുകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ലക്ഷങ്ങൾ പല ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഉപകാരപ്പെടുന്ന വിശ്വസനീയമായിട്ടുള്ള ആ ഒരു നിക്ഷേപ അവസരത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. HDFC ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ 30 NFO ഈ മാസം 31 വരെ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം. ഇനി വെറും 6 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. 1010D അടിസ്ഥാനത്തിൽ, 80D അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.